നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ടയർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദക്കാപോളിസ് പ്രദേശത്തോടുകൂടെ ഗലീലി കടലിൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പലുകൾ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ വളരെ ആഴമായി ചിന്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്ന ഒരുവനെ ഏതാനും പേര് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഈ തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് 4 പേര് ചേർന്ന് കൂട്ടിക്കൊണ്ടുവന്ന സംഭവം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു മാധ്യസ്ഥത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരാണ്. ഇവിടെ ഈ ജനം, ഈ പാവപ്പെട്ടൊരു മനുഷ്യൻ, അവന് സ്വന്തമായിട്ട് വരാനോ സ്വന്തമായി കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തി സൗഖ്യം പ്രാപിക്കാനോ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ സംസാരശേഷിയും അവന് കേൾക്കാനുള്ള കേൾവിക്കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനമാണ് അവന് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ അവരാണ് ഇവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. നിശ്ചയമായിട്ടും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവവചനം കേൾക്കാൻ വിസമ്മതിക്കുന്നവർ, ദൈവത്തോട് സംവദിക്കാൻ സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നവരൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, കൂട്ടുത്തരവാദിത്തമാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ സഭയുടെ ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും സൗഖ്യത്തിലേക്കും ഇവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ലോകമെമ്പാടും ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ സുവിശേഷ വേലയാണ്. നമ്മുടെ ആരോഗ്യം പ്രശ്നമല്ല, നമ്മുടെ കഴിവ് പ്രശ്നമല്ല, നമ്മുടെ ഒരു സാധ്യതയും പ്രശ്നമല്ല, തടസ്സമല്ല. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലിരുന്നും നമുക്ക് ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഉണ്ട്, നമ്മളെല്ലാവർക്കും സ്വർഗം തന്നിരിക്കുന്ന കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലുള്ള ഒരു ദൈവരാജ്യത്തിൻ്റെ വിളിയാണ്, ശുശ്രൂഷ ദൗത്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. ഈശോ കുരിശിൽ ചെയ്ത തന്നെ ഇരുകരങ്ങളും കുരിശിൽ തൂങ്ങിക്കിടന്ന സമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ അവൻ മധ്യസ്ഥനായി മാറുകയും ചെയ്ത്. അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു മധ്യസ്ഥനുള്ളൂ എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതാണ് കുരിശിലെ മരണം. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ചിലർ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമുള്ളത്. കാരണം അവരുടേതായ കഴിവ് കൊണ്ടോ തീരുമാനം കൊണ്ടോ അവരുടേതായ ആലോചന ശക്തി കൊണ്ടോ ഒന്നും കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കോ സ്നേഹത്തിലേക്കോ കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിലേക്കോ ഒന്നും വരണമെന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. കുടുംബത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്, സഭയുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ, അതിന് ചെവി കൊടുക്കാതെ നിൽക്കുന്നവരെ ആ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഉപദേശങ്ങൾക്കുപരിയായി
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന മാധ്യസ്ഥത്തിൻ്റെ കരങ്ങൾക്ക് സാധ്യമാണ്. നമ്മുടെ ഉപദേശങ്ങൾക്ക് സാധ്യമാകാത്തത് മുട്ടുകുത്തുന്നിടത്ത് സാധ്യമാകും. നമ്മളുടെ നിരന്തരമായ മാനുഷികമായ പ്രേരണകൾക്കും ഉപദേശങ്ങൾക്കും അസാധ്യമായത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ കൊണ്ട് സാധ്യമാണെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇവർ ചെയ്തെന്നാ ഈ ഒരു സഹോദരനെ, ഇവൻ്റെ ബലഹീനതകൾ, ഇവൻ്റെ കുറവുകളെ, ഇവൻ്റെ രോഗാവസ്ഥകളൊക്കെ മനസ്സിലാക്കി ഇവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ ഇവർ തയ്യാറായെന്നുള്ളതാണ്. ഇനി ഇവനെ യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കും. ഈശോ ചെയ്തെന്നാ, ഈശോനോട് പറഞ്ഞു എഫാത്ത എന്നർത്ഥം അറമായിക്ക് ഭാഷയാണ്. ആ ഭാഷ തന്നെയാണ് മർക്കോസ് സുവിശേഷൻ എഴുതി വെച്ചിരിക്കുന്നത്, തുറക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണാൻ നമ്മളിലൊക്കെ അടഞ്ഞു കിടക്കുന്ന പലതുമുണ്ട്. ഇത് അടച്ചു വെച്ചത് കൊണ്ടും അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും തുറക്കാൻ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടുമാണ് അനേകം ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് പോലും കാണാൻ പറ്റാത്തത്. നമ്മൾ ഇന്നും ദൈവസ്നേഹത്തിനെതിരെ, സഹോദര സ്നേഹത്തിനെതിരെ ഹൃദയം അടച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും? നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴും ദൈവസന്നിധിയിൽ കരമുയർത്തുമ്പോഴും എൻ്റെ ഹൃദയം ദൈവസ്നേഹത്തോടും സഹോദര സ്നേഹത്തോടും ദൈവവചനത്തോടും പുറംതിരിഞ്ഞാണ് നിൽക്കുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും? അപ്പോൾ നമ്മളിൽ തന്നെ പല മേഖലകൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കാതെ, കർത്താവിൻ്റെ സ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ അനുവദിക്കാതെ, നമ്മുടെ ചില സ്വാർത്ഥതകൾ, അഹങ്കാര ചിന്തകൾ, ക്ഷമിക്കാൻ പറ്റാതെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില തീരുമാനങ്ങൾ, മറ്റുള്ളവരെ അത്ര കണ്ട് വെറുക്കാനും അത്ര കണ്ട് മാറ്റി നിർത്താനുള്ള ഹൃദയത്തിൻ്റെ ചില കഠിനമായ സ്വഭാവത്തിൻ്റെ സവിശേഷതകളൊക്കെ തുറക്കപ്പെടാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണല്ലോ കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകുമെന്ന് വചനം പറയുന്നത്. നീ ക്ഷമിക്കുന്നത് പോലെ നിന്നോട് ക്ഷമിക്കപ്പെടുമെന്നൊക്കെ വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ തുറക്കപ്പെടാതെ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവാനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്ക വിധത്തിൽ നമ്മുടെ ചില സ്വകാര്യ പാപത്തിൻ്റെ മേഖലകൾ, ദൈവസ്നേഹത്തിനെതിരായി നമ്മൾ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ സ്വീകരിക്കുന്നതിന് നമ്മളിൽ തന്നെ തടസ്സമായി നിൽക്കുന്ന ദൈവികമല്ലാത്ത ചില ആലോചനകൾ, സ്വഭാവ രീതികൾ, ഇതൊക്കെ തുറക്കപ്പെടാതെ, ഇതിൻ്റെ കെട്ടഴിയാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലാസർ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കെട്ടഴിക്ക് അവൻ പോകട്ടെ എന്ന്. ആ കെട്ട് കെട്ടിവെച്ചത് കർത്താവല്ല, സ്വയം കെട്ടിവെച്ച ചില കെട്ടുകളുണ്ട് ദൈവപ്രവർത്തിക്ക് തടസ്സമായി. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട നാം അതിന് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ പറ്റും? ദൈവസ്നേഹം കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട ആ സ്നേഹത്തോട് നാം മുഖം തിരിഞ്ഞ് നിൽക്കേണ്ട നമ്മൾ അതിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആ സ്നേഹവും സമാധാനവും സൗഖ്യവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിൽ തന്നെ കെട്ടപ്പെട്ട അവസ്ഥകളും നാം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാത്ത ഒത്തിരി മേഖലകളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ഒരു ശാരീരികമായ തുറക്കപ്പെടൽ മാത്രമല്ല, ഇവൻ്റെ ആത്മീയവും വൈകാരികവും ഒക്കെയായ ഒരു അടഞ്ഞുപോയ മേഖലകളെല്ലാം കർത്താവ് തുറന്നു കൊടുത്തപ്പോഴാണ് അവന് സൗഖ്യം കിട്ടുന്നത്. ഇനി സൗഖ്യം കിട്ടിയപ്പോൾ അടുത്ത വാക്യം പറയുന്നത് അവൻ സ്ഫുടമായി സംസാരിച്ചു. പിന്നലകളിൽ സംസാരിച്ചതുപോലെയല്ല കർത്താവിൻ്റെ സൗഖ്യം കിട്ടിയപ്പോൾ അവൻ സംസാരിക്കുന്നത്. നമ്മുടെ സംസാര രീതി വരെ മാറും. ഒരു ദൈവാനുഭവം ഉണ്ടായവന്, ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടായവൻ്റെ സംസാരം ശ്രദ്ധിച്ചാൽ മതി. നമ്മളോട് ആരെങ്കിലോടൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അവളെ സംസാര രീതി ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അവന് എന്താണെന്നും അവൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ചിലർ അഹങ്കാരത്തോടെ സംസാരിക്കുന്നവരുണ്ട്, ചിലർ വലിയ ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നവരുണ്ട്, ചിലർ എളിമയോടെ സംസാരിക്കുന്നവരുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണച്ച, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണച്ച, ഇന്നോളം നടത്തിയത് ദൈവമാണച്ച, ഇന്നോളം കൈപിടിച്ചത് കർത്താവിൻ്റെ കരുണയാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവരുണ്ട്. ചിലവർ എല്ലാം ഞാനായിട്ടുണ്ടാക്കിയതച്ച, എല്ലാം എൻ്റെ കഷ്ടപ്പാടച്ച, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, ഞാൻ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു. അപ്പം സംസാരത്തിലൂടെ നമുക്ക് പലരെയും മനസ്സിലാക്കാൻ പറ്റും. ഇവൻ കർത്താവിൻ്റെ സ്പർശനം കിട്ടി എന്നതിൻ്റെ തെളിവാണ് അവൻ സ്ഫുടമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മുടെ സംസാര രീതികൾ വരെ മാറും. ഒരു ദൈവാനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ, ഒരു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു സ്പർശനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ഓരോ വിശുദ്ധ കുർബാനയിലും നാം അനുഭവിക്കുന്ന
ആ സ്പർശനം, അവൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം, തലോടൽ തന്നെയാണ്. അത് അനുഭവിക്കാൻ തക്ക വിധത്തിൽ അടഞ്ഞു കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ തുറക്കപ്പെടാനും കൂടി ആഗ്രഹിച്ചുകൊണ്ടും തുറന്നു കൊടുക്കാനുള്ള തീരുമാനമെടുത്ത് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.